എന്താണ് PCP? അത് എന്തിനു വേണ്ടിയാണ് ഗവൺമെൻറ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് കുട്ടികൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റുക? ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. PCP അഥവാ പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞ് NIOSലേക്ക് 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ഗവൺമെൻറ് എക്സാം എഴുതുന്ന സ്കൂളിനായിട്ട് അസൈൻ ചെയ്ത് ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോണ്ടാക്ട് പ്രോഗ്രാമാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് വെച്ചാൽ, NIOSലേക്ക് 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് സൈറ്റിൽ നിങ്ങളെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് നിങ്ങൾക്കൊരു ID കാർഡ് പ്രൊവൈഡ് ചെയ്യും. കേരളത്തിലെ 14 ജില്ലയിലും NIOSന് സ്റ്റഡി സെൻറ്റർ അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ID കാർഡിൽ ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ ID കാർഡിലുള്ള സ്കൂളുകളിൽ ഗവൺമെൻറ് നേരിട്ട് അസൈൻ ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമിനെയാണ് പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം ഓർ PCP സെഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് അവെയിൽ ചെയ്യുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫീ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോളേജ് നിങ്ങളുടെ NIOSൻ്റെ ID കാർഡ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ലഭിക്കുന്ന ID കാർഡിൻ്റെ ഏറ്റവും അടിയിൽ ഒരു നീല ബാറിലായിട്ട് ഒരു സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. ആ സ്കൂളിൻ്റെ പേര് കറക്റ്റായിട്ട് നിങ്ങളെടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂൾ ഡീറ്റെയിൽസ് അഥവാ ആ സ്റ്റഡി സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ സ്റ്റഡി സെൻറ്ററിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, കിട്ടുന്നതാണ്. ആ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ കോൾ എടുക്കുന്നത് അവരോട് ഈ ഒരു സ്കൂളിലേക്ക് NIOSന് ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് സ്റ്റഡി സെൻറ്റർ ലഭിച്ചിട്ടുണ്ട്. സോ ഗവൺമെൻറ് ഓരോ സ്റ്റഡി സെൻറ്ററിലും NIOSൻ്റെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു അധ്യാപകനെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ കോൾ എടുക്കുന്നവരോട് ചോദിക്കുക, ഞങ്ങളുടെ NIOSലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള സ്റ്റാഫ് ആരാണോ അഥവാ അധ്യാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് അധ്യാപകനെ കണക്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരും. അവരെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ PCPയുടെ ഷെഡ്യൂൾസ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺടാക്ട് നമ്പർ, അതായത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന കോൺടാക്ട് നമ്പർ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരും തന്നെ ഈ ഒരു സെഷൻ മിസ്സാക്കണ്ട. എക്സാമിന് 3 മാസം ടൈമുണ്ട്. ഓരോ സ്കൂളുകാരും അത് ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങിയിട്ടേ. അപ്പോൾ ഒരു ദിവസം മൺഡേ ടു ടിൽ ഫ്രൈഡേയുടെ ഉള്ളിൽ നിങ്ങൾ ആ സ്കൂളിലൊന്ന് നേരിട്ട് പോവുക. അതിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് നിങ്ങളുടെ NIOSൻ്റെ ID കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഇവിടെയാണ് എനിക്ക് സ്റ്റഡി സെൻറ്റർ കിട്ടിയിട്ടുള്ളത്, സോ എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റി ആരാണ് അല്ലെങ്കിൽ അധ്യാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അധ്യാപകനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരും. അവരോട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ PCPയുടെ ഷെഡ്യൂളും ഡേറ്റും നിങ്ങൾക്ക് തരും. ഇനി എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു PCP ക്ലാസ് തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആരും തന്നെ റീസെൻ്റായിട്ട് സ്കൂള് കോളേജ് അല്ലെങ്കിൽ കഴിഞ്ഞവരൊന്നുമല്ല. ഒരുപാട് ഏജ് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷം മുന്നേ സ്കൂളിൽ നിന്ന് ക്വിറ്റ് ചെയ്തവരാണ്. അപ്പോൾ ഒരു എക്സാം എഴുതുന്ന പേടി, ടെൻഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ജോലിക്ക് പോകുന്നവരാവാം, വീട്ടമ്മമാരാവാം, അല്ലെങ്കിൽ പുറത്ത് ഒരു കാര്യത്തിന് ഇറങ്ങാതിരിക്കുന്നവരാവാം. അങ്ങനെ പല ടൈപ്പ് കാറ്റഗറി ആളുകളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരു 80% ആളുകളും ഓൺലൈൻ ത്രൂ അഡ്മിഷൻ എടുത്തിട്ട് അങ്ങനെയുള്ള കോൺടാക്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സാം എഴുതുന്ന സ്കൂളിനെ മുൻകൂട്ടി നിങ്ങൾക്ക് പരിചയപ്പെടാനും എക്സാമിൻ്റെ പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കാനും സ്കൂളുകാർ നിങ്ങൾക്ക് ആ ഒരു പേടി ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്ന പ്രോഗ്രാമിനെയാണ് പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം അഥവാ PCP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്താൽ എന്തായാലും ഒരു 5 to 7 മാർക്ക് വരെ ഗവൺമെൻറ് നിങ്ങൾക്ക് എക്സാമിന് അഡീഷണൽ തരുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള പേടി ടെൻഷൻ, എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരിക, അതെങ്ങനെ ആൻസർ ചെയ്യുക, കാരണം നിങ്ങൾ എക്സാം എഴുതുന്ന സ്കൂളുകാർ തന്നെയാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ID കാർഡ് നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജ് ഏതാണോ അവിടുന്ന് കളക്ട് ചെയ്യുക. ദെൻ സ്കൂളിനെ ഗൂഗിൾ സെർച്ച് നടത്തി കോൺടാക്ട് ചെയ്യുക. ഇനി അത് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ആരും റിസ്ക് എടുക്കേണ്ട, ഡയറക്റ്റ് ഒരു ദിവസം സ്കൂളിൽ പോവുക. ദെൻ NIOSനെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫിനെ അസൈൻ ചെയ്തിട്ട് അവരെ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ PCPയുടെ ഷെഡ്യൂള്, ക്ലാസ്, കാര്യങ്ങൾ മനസ്സിലാക്കുക. PCP അഥവാ പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി കൂടുതൽ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലേണേഴ്സുമായി നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. എനിവേ, താങ്ക് യു.